ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഒരു ഫ്ലവറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്ത് ഫ്ലവറാണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? നമ്മളിന്നൊരു ആന്തൂറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫിനെക്സ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു സ്ക്വയർ വരുന്ന രീതിയിൽ അത് കട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ഞാനിപ്പോൾ കാണുന്ന ഷേപ്പിൽ ഏകദേശം ഒരു ഹാർട്ട് ഷേപ്പ് പോലത്തെ രീതിയിൽ നമ്മൾ വെട്ടുക. എന്നിട്ട് അത് നിവർത്തിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു മിഡിൽ ഭാഗം ഉണ്ടല്ലോ, അത് അവിടെ കുറച്ചൊന്ന് മുറിച്ച് കൊടുക്കുക. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് കോണ് പോലെ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഒരു സൈഡിൽ കുറച്ച് ഗമ്മ് തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നല്ലോണം പ്രസ് ചെയ്തിട്ട് ഒട്ടിക്കുക. ഫിനിക്സ് പേപ്പർ ആയതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ അരികുകളൊക്കെ നമുക്കത് വലിച്ചെടുത്തിട്ട് നല്ല ഷേപ്പിലെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ആന്തൂര്യത്തിൻ്റെ ആ ഒരു മിഡിൽ വരുന്ന ആ ഒരു കോൺ പോലത്തെ പോർഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇർക്കിൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ക്രേപ്പ് പേപ്പർ, നോർമൽ ക്രേപ്പ് പേപ്പർ റോസ് കളറുള്ളത് ജസ്റ്റ് ഇങ്ങനെ ചുറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ടത് ഗം തേച്ചിട്ട് ഒട്ടിക്കുക. നല്ല രീതിയിലൊന്ന് ഒട്ടിക്കുക. അതിനുശേഷം നമ്മൾ ആന്തൂര്യത്തിൻ്റെ ആ ഒരു ലീഫിൻ്റെ പോർഷൻ വരുന്ന ഭാഗമുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു കോൺ പോലെ നമ്മൾ ഒട്ടിച്ചതിൻ്റെ ആ ഒരു മിഡിലായിട്ട് നമ്മളൊരു ഹോൾ ഇട്ടിട്ട് അവിടേക്ക് നമ്മളിത് പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിന് മുന്നേ ആ ഒരു കോണിൻ്റെ ഒരു പോർഷൻ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഒട്ടിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നമ്മൾ കത്രിക വെച്ചിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക ചെയ്യുന്നത്, ബാക്കിൽ ഒരു ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിനെക്സ് ആയതുകൊണ്ട് നമുക്കിങ്ങനെ ഈസി ആയിട്ട് നമുക്കിത് ഇങ്ങനെ വലിച്ചിങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ പേപ്പർ ഒന്ന് വലിച്ചു കൊടുക്കുക. ആ ഒരു ആന്തൂര്യത്തിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിലൊന്ന് വലിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അത് ഹോൾസ് ചെയ്തിട്ട് അതിലേക്ക് ഇറക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു രണ്ട് പോർഷൻസും തട്ടുന്ന ആ ഒരു ഭാഗത്ത് കുറച്ച് ഗമ്മ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ തന്നെ നമ്മൾ വേറൊരു ലീഫും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഹാർട്ട് ഷേപ്പിൽ തന്നെയാണ് കട്ട് ചെയ്തത്. എന്നിട്ട് അതിൻ്റെ മിഡിൽ പോർഷൻ ജസ്റ്റ് ഒന്ന് ഒരിത്തിരി കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് ഞാനിപ്പോൾ കാണിക്കുന്ന രീതിയിൽ നല്ലോണം ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ആന്തൂര്യത്തിൻ്റെ ആ ഒരു കറക്റ്റ് ഷേപ്പ് തന്നെ കിട്ടും. അതിലേക്കും നമ്മൾ അതിൻ്റെ മിഡിൽ പോർഷനിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ഇർക്കിളി വെച്ചിട്ട് അതിൻ്റെ ആ ഒരു കോൺ പോലത്തത് നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബാലൻസ് ഉള്ള ഒരു ക്രേപ്പ് പേപ്പർ, റോസ് കളറുള്ള പേപ്പർ വെച്ചിട്ട് നമ്മളിത് ചുറ്റി കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ സൈഡിലൊക്കെ ഗമ്മ് തേച്ചിട്ട് നല്ല സെക്യൂർ ആക്കിയിട്ട് നമ്മളത് ഒട്ടിക്കുക. അത് നമ്മൾ ഇതിങ്ങനെ കവർ ചെയ്യുന്ന സമയത്ത് കുറച്ച് ലൂസിൽ ചെയ്യാൻ വേണ്ടി നോക്കുക. ഒരുപാട് ടൈറ്റ് ആക്കിയിട്ട് ചെയ്യണ്ട. നമുക്കതിൻ്റെ ആ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ലൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് കേട്ടോ. അതിന് ശേഷം നമ്മളവിടെ ഒരു ഹോൾസ് നമ്മൾ ഇത്തവണ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിലേക്ക് കൃത്യമായിട്ട് ഇറക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മളതിൻ്റെ സൈഡിൽ കുറച്ച് ഗമ്മ് തേച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളത് ബാക്കിയുള്ള പോർഷൻ നമ്മൾ ഗ്രീൻ പേപ്പർ വെച്ചിട്ട് ക്രേപ്പ് പേപ്പർ തന്നെ യൂസ് ചെയ്തിട്ട് അത് ചുറ്റി കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ രണ്ടെണ്ണം അതുപോലെ തന്നെ ചെയ്യാം. ഇത് നമ്മൾ ഒരു ഫ്ലവർ വൈസൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പം നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. മറ്റേതിൻ്റെ നമ്മൾ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. ഒരു കഷ്ണം ഗ്രീൻ ക്രേപ്പ് പേപ്പർ യൂസ് ചെയ്തിട്ട് നമ്മളത് നല്ലോണം ചുറ്റി കൊടുത്തിട്ട് അവസാനം ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ അവിടെ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്ലവേഴ്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഒരു ലീഫ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഗ്രീൻ ക്രേപ്പ് പേപ്പർ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഫ്ലവർ കട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മളത് കട്ട് ചെയ്യുക. എന്നിട്ട് ആ ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു സ്റ്റെമ്മ് വരുന്നുണ്ടല്ലോ, അതിൻ്റെ ഉള്ളോട്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഗമ്മ് തേക്കുക. ആ ഒരു മിഡിലായിട്ടും തേക്കുക, നല്ലോണം തേച്ച് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ ആ ഒരു ലീഫിൻ്റെ അറ്റമൊക്കെ ഒന്ന് ബാക്കോട്ട് ആക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഒന്ന് കൂട്ടി പിടിച്ചിട്ട് ജസ്റ്റ് ടൈറ്റ്ലി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നാച്ചുറാലിറ്റി ഫീൽ ചെയ്യും. നാച്ചുറൽ ലീഫ് പോലെ നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റും.
അതുപോലെ തന്നെ അടുത്തതും ചെയ്യുകയാണ്. ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ തന്നെ ചെയ്യാം. അങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടെ നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടും. ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ ഒരു ഫ്ലവർ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.